ഇങ്ങനെ തുർക്കിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഡെറിങ്ക്യൂ അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഗൊരമേൽ നിന്നിട്ട് ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക്. അപ്പം നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ കാണുന്നത് ഇതുപോലുള്ള സുവനീറുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. അപ്പം ഞാനിങ്ങനെ പോയപ്പോൾ അവരവിടുത്തെ സ്റ്റോൺ, ഇവർ പറയുന്നത് ഇവിടുന്ന് തന്നെ ഇവർ മൈൻ ചെയ്തെടുക്കുന്ന സ്റ്റോണുകളാണ്. അപ്പോൾ ആ സ്റ്റോണുകളാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പുള്ളി ഓരോ കാര്യങ്ങളായിട്ട് എടുത്തിട്ട്, ഓരോ സ്റ്റോൺ എടുത്തിട്ട് ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്കിത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കതൊക്കെ കാണിച്ചു തരികയാണ്. ഈ സ്റ്റോണ് ഇവർ പറഞ്ഞത് ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന സ്റ്റോണാണ്. അപ്പോൾ ഇവരിത് കട്ട് ചെയ്തിട്ട് ഇതിനെ പോളിഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ടെക്സ്ചർ കാണാവുന്ന രീതിയിലേക്ക് അവർ പോളിഷ് ചെയ്തെടുക്കുന്ന സ്റ്റോണാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ ലോക്കലായിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവരിവിടെ വിൽക്കുന്നതെന്നാണ് അവിടെ നിന്ന ആൾ പറഞ്ഞത്. All good, brother. How are you? All good, thank you. ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ, കടകളിലുള്ള ആൾക്കാർ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിന്നിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അണ്ടർഗ്രൗണ്ട് സിറ്റീൻ്റെ എൻട്രൻസിലേക്ക്. അപ്പം ഞാൻ ആദ്യം പോയത് വേറെ ഡയറക്ഷനിലേക്കാണ്. ഞാൻ ബോർഡ് മിസ്സായി എനിക്ക്. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ മഞ്ഞ് വീണിട്ട് ഭയങ്കര ഭംഗിയിലാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ് പെയ്തിട്ടില്ല. ഇത് നേരത്തെ ഞാൻ വരുന്നതിന് തലേ ദിവസം, അതായത് മിനിയാന്ന് പെയ്ത മഞ്ഞാണ്. അതിപ്പോഴും പോവാതെ കിടക്കുകയാണ്. ഇവിടെ കുറേ സുവനീറും അതുപോലെ തന്നെ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട്. ഞാനൊന്ന് ഇറക്കി ആ ഷോപ്പിലേക്ക്, പക്ഷേ അതിനുള്ളിൽ ഇവിടെ കടയിലൊന്നും ആരെയും കണ്ടില്ല. കാരണം ടൂറിസ്റ്റുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത്, തിരക്ക് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഷോപ്പുകളൊക്കെ അവർ ഓപ്പൺ ആക്കി, പക്ഷേ ഫുള്ളായിട്ട് ആക്റ്റീവായിട്ടില്ല. കുറേ ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിൻ്റെ ഓഫീസ്. അപ്പം ഇവിടെ നിന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. എന്നിട്ട് അത് നമ്മുടെ ഗേറ്റിൽ, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൽ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒക്കെ ഭാഗത്ത് കുറേ അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ കൈമാക്ലി പോലുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്കാണ് കൂടുതൽ വിസിറ്റേഴ്സൊക്കെ വരിക. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1963 വരെയും ഇത് ഭൂമിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കണം. ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ഉള്ള കാര്യം ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ അയാളുടെ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കുഴിക്കുന്ന സമയത്തേക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഡോറ് കണ്ട്, അങ്ങനെ പിന്നെ ഈ ഗവേഷകർ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി ഇവർ വീണ്ടും റീഓപ്പൺ ചെയ്ത് എടുക്കുമായിരുന്നു. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി ഏകദേശം ഒരു 18 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ, അതായത് അത്രയും ഡീപ്പായിട്ടാണ് ഇവർ ഇതിനെ തുറന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 6-7 സെഞ്ച്വറിയിലൊക്കെയാണ് ഇതിവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ 6-7 സെഞ്ച്വറിയിലൊക്കെയാണ് ഇത് ഏകദേശം ആൾക്കാർ ഇതിനെ തുറന്ന് ഇത് ഫോം ആക്കിയിരിക്കുന്നതെന്നാണ്. ഇവിടെയൊക്കെ കുറേ ഒരു ഹോള് കാണാം. ആ ഹോളുകളൊക്കെയും എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഹോൾസാണ്.
ഏകദേശം 20,000 മനുഷ്യരും അതേപോലെ തന്നെ വളർത്തുമൃഗങ്ങളും ഒക്കെയും ഇതിനുള്ളിൽ ഒരേ സമയത്ത് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഷെൽട്ടർ പോലെയായിരുന്നു. ഈ അറബ് ബൈസൻറ്റൈൻ ആൾക്കാർ ഇവിടെ ആക്രമണം നടക്കുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻസ് അവരുടെ ആക്രമണങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗുഹയാണെന്നാണ് പറയുക. ഇത് ഇവരുടെ കിച്ചൺ ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ റൂമുകളും എന്തിനുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പാത്രം ഇരിപ്പുണ്ട്, ഒരു കുടം താഴെ. അതുവഴിയായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഈ വഴിയാണ് ഇതിലേക്ക് ഇവർ വെള്ളം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുവഴി നടക്കാനുള്ള വഴി, വെള്ളം പോകാൻ, അതുപോലെ തന്നെ വായു സഞ്ചാരം ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെയുള്ള എല്ലാം അവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കി കുറേ ഹോളുകൾ കാണാൻ പറ്റും. അത് കുറേ വെന്റിലേഷന് വേണ്ടിയിട്ടും പിന്നെ കുറേ ഈ ശത്രുക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള കുറേ ഹോളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ കുറേ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരാൾക്ക് മാത്രം കടന്നു പോകാവുന്ന പോലത്തെ ഒരു സ്ഥലങ്ങളുണ്ട്. അത് ഇവർ ശരിക്കും ഈ ശത്രുക്കൾ ആരെങ്കിലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ അതിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരെ ചെറിയ നാരമായിട്ടുള്ള വഴി കൂടെ, ഒരാൾക്ക് മാത്രം വരാവുന്ന വഴി കൂടെ വരുമ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന രീതിയിലേക്ക്, ഇടുങ്ങിയ രീതിയിലേക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഓരോ വഴികൾ ഉണ്ടാക്കിയത്. ശരിക്കും ഇതേപോലുള്ള ഏകദേശം ഒരു 200ഓളം അണ്ടർഗ്രൗണ്ട് സിറ്റി കപ്പഡോക്യ ഏരിയയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലിപ്പം 7-8 മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ തന്നെ അത് നശിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂമിൻ്റെ അടിയിൽ അതിപ്പോഴും ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ഹോളുണ്ട്, വലിയൊരു കുഴിയുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ എല്ലാ ഫ്ലോറിൻ്റെയും ഏറ്റവും അടിവരെ കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ഹോളാണ്. അത് ഇവർ എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് എല്ലാ ഫ്ലോറിലേക്കും എയർ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു വലിയൊരു ഹോളാണത്. ഇതൊക്കെയും ലാവ ഉറഞ്ഞിട്ടുള്ള പാറ തന്നെയാണ്. ഇതിൽ തൊട്ട് നോക്കുമ്പോഴേക്കും മനസ്സിലാവും അത് പൊടിഞ്ഞു വരും. നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ അത് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള കൂട്ട സർഫസ് ആണ്.
ഇവിടെയുള്ള ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീനെയും അതേപോലെ തന്നെ കപ്പഡോക്യയിലുള്ള ബാക്കിയുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റികളെയും കണക്ട് ചെയ്തുകൊണ്ട് വഴികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത് ഓരോ നമ്മുടെ ഇപ്പം ശരിക്കും ഓരോ വില്ലേജോ അല്ലെങ്കിൽ പട്ടണങ്ങൾ പോലെയുള്ള ഭൂമിൻ്റെ അടിയിൽ അവരുണ്ടാക്കി വെച്ചിട്ട് അതിനെ തമ്മിൽ ഇവർ കണക്റ്റും ചെയ്യിപ്പിച്ചിരുന്നു. ഇതിനുള്ളിൽ ഒരു ജനസമൂഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ ഇതിനുള്ളിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ആരാധനാലയങ്ങൾ, അതേപോലെ തന്നെ ഇവർക്ക് സെമിത്തേരികൾ, അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള കോമൺ ഏരിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ ശരിക്കും നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് എങ്ങനെയാണോ ജീവിക്കുക അതേപോലുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവർ ഇത്രയും പാറ തുറന്ന് ഇതിന് അടിയിലേക്ക്, ഇത് ഏകദേശം ഭൂമിയുടെ അടിയിൽ നിന്നിട്ട് ഒരു 20 മീറ്ററിൻ്റെയൊക്കെ താഴേക്കുന്നായിരിക്കും ഓരോ ഫ്ലോറുകളും സ്റ്റാർട്ട് ചെയ്യുക. അത്രയും താഴെ ഇവർ ഈ ഫെസിലിറ്റി എല്ലാം ഏകദേശം ഒരു 6-7 നൂറ്റാണ്ടിൻ്റെ സമയത്ത് തന്നെ ഇവർ ഇതിനുള്ളിൽ ഇത് തുറന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഇത് കാണണം. കാരണം ഇത് കണ്ടു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയും അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക്. അതായത് ഭൂമിൻ്റെ അടിയിൽ അവിടം തുറന്ന് അതൊരു പട്ടണം പോലെ ആക്കി ഇത്ര നിലകളിൽ ഇവർ വീടും അവരുടെ ഒരു പട്ടണം തന്നെ അതിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവും, നമ്മൾ കാണുന്നത് മാത്രമല്ല ജീവിതം, ഇങ്ങനെ ഒരു കുറേ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളത് ശരിക്കും നമുക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവരെല്ലാം ഒരു ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ വിദേശികളായിട്ടുള്ള വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇത് ഓഫ് സീസണാണ്, അതായിരിക്കും മെയിൻ കാരണം ആൾക്കാർ വരാത്തത്. അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീൻ്റെ ടിക്കറ്റാണിത്. 300 ടർക്കിഷ് ലിറയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് സിറ്റിയിലാണ്. ഇനി ഇവിടെ നിന്നിട്ട് ഇനി ഗോറമേലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടില്ല. ഗോറമേൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി. എൻ്റെ ബസ് വൈകിട്ട് 8 മണിക്കാണ് എനിക്ക് ഇവിടെ നിന്നിട്ട് ഇസ്താംബൂളിലേക്കുള്ള അടുത്ത ബസ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങൾ കാണണം. കുറേ അധികം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇനി സോഗ്നലി എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. സോഗ്നലി പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടേക്ക് പോകണം എന്നുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഇവിടെ നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഓൾ ടുഗദർ തിരിച്ച് ഗോർമേ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് ബസ് ഉള്ളത്. അപ്പോൾ ഗോർമേയിലേക്ക് എനിക്ക് ഏകദേശം ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടുന്ന് പിന്നെ ഒത്തിരി ലേറ്റ് ആവുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ സ്ഥലങ്ങൾ എനിക്ക് മിസ്സായിപ്പോവും. പിന്നെ ഇഹ്ലാറ വാലി ഉണ്ട്. ഇഹ്ലാറ വാലി നല്ലൊരു സ്ഥലമാണ്. പക്ഷേ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാത്രം 1.5 hours ഡ്രൈവ് ഉണ്ട്. അവിടുന്ന് പിന്നെയും തിരിച്ചെനിക്ക് ഗോർമേയിലേക്ക് എനിക്ക് വീണ്ടും ഒരു ഏകദേശം ഒരു 1 hour അടുത്ത് ഡ്രൈവ് വരും. അപ്പം ഓൾ ടുഗദർ 2 hours പോവും. കാണുന്ന സൈറ്റ് സീയിങ് എല്ലാം വെച്ചിട്ട് വരുമ്പോഴേക്കും കുറേ അധികം സമയം പോകും.
അപ്പോൾ അതുകൊണ്ട് അതും പോകുന്നില്ല. തിരിച്ച് കൊറമേലേക്ക് തന്നെ ആ റൂട്ടിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്.